പുഷ്പ 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 നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുഷ്പ 2ൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിവ്യൂ അല്ല, പൂർണ്ണമായിട്ടുള്ള ഒരു റിവ്യൂ കുറച്ച് കഴിഞ്ഞാൽ വരുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണുക. കാരണം ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല, ഒരു നഷ്ടവും വരില്ല. അത്രമാത്രം ഭയങ്കരമായ ഒരു സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ ഒന്നും ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ അല്ലു അർജുൻ്റെ കാര്യവും ഞാൻ പറയുന്നില്ല. പിന്നെ ട്രെയിലർ കണ്ടവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. കാരണം കങ്കുവ എന്ന് പറയുന്ന നമ്മുടെ സൂര്യയുടെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇരുന്നൊരു സിനിമയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഹാങ് ഓവർ, അതായത് ആ ഒരു പടത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇതുപോലൊരു കൂറപ്പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും പുഷ്പ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് സമാധാനമായിരിക്കുകയാണ്. കാരണം സന്തോഷം, സമാധാനമായി. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഫഹദ് ഫാസിൽ കൂടി ചേർന്നപ്പോഴേ അവിടെ ഒരു വലിയൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. പിന്നെ അതുമാത്രവുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം 2 വർഷം മുന്നെയാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. അതുവരെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് നായകനായിട്ട് മാത്രം കണ്ടിരുന്ന അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ പുഷ്പ 2യിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ബ്രാൻഡായി മാറുകയാണ്. പുഷ്പ 2യിലൂടെ അത് ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറുകയാണ്. അതിൽ കൂടെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന മച്ചാൻ ഒരു രക്ഷയില്ല മക്കളെ. ഇനി ഫഹദ് ഫാസിലിനെ മലയാളത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് തെലുങ്കിലല്ലാതെ ഈ മനുഷ്യൻ ഇനി ഹിന്ദി, തെലുങ്ക് ഇതിൽ തന്നെ ആയിരിക്കും ഇനി. കാരണം മലയാളത്തിൽ കിട്ടണമെങ്കിൽ ഈ മുതലിന് എനിക്ക് ഇനി നമുക്ക് കിട്ടൂല. നമ്മളിനി എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയില്ലേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഫാസിലിൻ്റെ സിനിമ വന്നിരുന്നു ഈ ഫഹദ് ഫാസിലിനെ വെച്ചിട്ട്. അന്ന് ഫാസിൽ കേട്ട തെറികൾ, അതായത് തൻ്റെ മകനെയാണോ ഇത് എന്തിനാണോ ഈ സിനിമ ഇറക്കിയത്, അതുപോലെ നിർമ്മാതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളാണ് വന്നത്. അങ്ങനെ ഫാസിൽ നല്ല രീതിയിൽ എല്ലാവരെയും, മോഹൻലാലിനെ കൊണ്ടുവന്നു, കുഞ്ചാക്കോബനെ കൊണ്ടുവന്നു, ശങ്കറിനെ കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് പേരെ സിനിമയിൽ കൊണ്ടുവന്ന ഫാസിലിനെ മകൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അതായത് പൊട്ടിത്തകർന്ന് വീണുപോയി എന്നുള്ളതാണ്. കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു വിവരവുമില്ല. ആ പഹയൻ എവിടെയാണ്, എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഫഹദ് ഫാസിലാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ പോയിട്ട് കമൻറ്റ് എഴുതാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും വീഡിയോ എടുത്ത് വിടാനോ ഇതിനൊന്നും നിൽക്കാറുമില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പിന്നീട് തിരിച്ചു വന്ന് ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ചില സിനിമകളിൽ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ പഴയ ഫഹദ് ഫാസിലല്ലേ. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആശാന് കുറച്ച് കഷണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷണ്ടി ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വിഗ് വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. ഈ മനുഷ്യനാണെങ്കിൽ ആ ഒരു കഷണ്ടി അതുപോലെ കാണിച്ചുകൊണ്ട് ഇത് തന്നെയാണ് തൻ്റെ ഒരു ബ്രാൻഡ് എന്നുള്ള തരത്തിലാണ് പിന്നീട് ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്നൊരു മുതൽ നമ്മളിങ്ങനെ ഞെട്ടിച്ചു കളഞ്ഞത് എന്നുള്ളതാണ്. മഹേഷിൻ്റെ പ്രതികാരമായാലും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, ഞാൻ പ്രകാശനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ വരികയാണ്. അതായത് മലയാളത്തിൽ ഇന്നെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടൻ ഏറ്റവും മൂല്യമുള്ളൊരു നടനാണ്. അതായത് ഒരു പടം 2 പടം ഇങ്ങനെ മാത്രമേ ഇറക്കുള്ളൂ. പക്ഷേ ആ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവമായിരിക്കും. അതായത് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ആ സിനിമയൊക്കെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇടക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മഹേഷിൻ്റെ പ്രതികാരത്തിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സിനിമകൾ ഈ ഫഹദ് ഫാസിലിന് കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് സിനിമകൾ പൊട്ടിപ്പോയിരുന്നു. പക്ഷേ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും തിരിച്ചു വരികയും പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിന് നായകനായാലും ശരി, പ്രതിനായകനായാലും ശരി, വില്ലനായാലും ശരി, എന്തായി കഴിഞ്ഞാലും ശരി, ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ്റെ കയ്യിൽ അയാളുടെ ആ ഒരു കഥാപാത്രമുണ്ടല്ലോ അത് ഭദ്രമായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു 1000 കോടിക്ക് മേലെ പോകും എന്നുള്ളതാണ്. കങ്കുവ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കൂറപ്പടം കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവർ അത് നമുക്ക് എപ്പോഴും മാറിക്കിട്ടിയത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ്. ഏതായി കഴിഞ്ഞാലും പുഷ്പ 2 എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡ് അത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇതൊരു ബ്രാൻഡ് തന്നെയാണ്. എന്നടാ പണി വച്ചിരിക്കറേ, ഇതെന്നാ സിനിമയാ, എന്താ അതിനെ പറയാമെന്നറിയില്ല. നിങ്ങളത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എഫക്റ്റ്
നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല, എല്ലാവരും കാണും, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലു അർജുനെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജിസ് ജോയിയുടെ ആ ഒരു ഇതുണ്ടല്ലോ സംഭാഷണം, അത് മറക്കാനേ നമുക്ക് കഴിയില്ല. കാരണം അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ജിസ് ജോയിയാണ്. ജിസ് ജോയിയുടെ ആ ഒരു സംഭാഷണം, ആ ഒരു സ്ഫുടത, ആ ഒരു ഇത് കൃത്യമായിട്ടും അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു അതേ ശബ്ദത്തിൽ തന്നെയാണ് വരുന്നത്. ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു പ്രത്യേക പോയിന്റ് തന്നെയാണ്. നമ്മളെല്ലാ പടവും കാണുന്നതും തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസ് ജോയി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഡയറക്ടറുടെ ഒരു കഴിവ് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഫൈറ്റ് ആയിക്കഴിഞ്ഞാലും ശരി, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എഫക്റ്റുകളായി കഴിഞ്ഞാലും എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദൃശ്യ വിരുന്നാണ് നമുക്ക് ഒരുങ്ങി കിട്ടിയിരിക്കുന്നത്. ഏതായാലും എല്ലാ കേന്ദ്രങ്ങളും എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ഫുള്ളാണ്. അതായത് ഇത് തന്നെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴേ ഇന്നലെയൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോലും ഇതില്ല. അതായത് എല്ലാം ഫുള്ളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് തന്നെ തിയേറ്റർ ഫുള്ളായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 300 കോടി രൂപ, ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 കോടിക്ക് അടുത്ത് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഇത് 1000 കോടിക്ക് മേലെ പോകും. അപ്പോൾ ഇതൊക്കെ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുന് മാത്രമല്ല, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിങ്ങിനും ഒരു വലിയ നേട്ടം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരെയും എന്ന് പറഞ്ഞ് കുറച്ച് വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ്പ 1-ൽ അതായത് ഫഹദ് ഫാസിലിന് ഒരു ചെറിയൊരു റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയൊരു പോരായ്മയായിട്ട് നമുക്കൊന്ന് തോന്നിയിരുന്നു. കാരണം കുറച്ച് സമയം മാത്രം. പക്ഷെ ആ കുറച്ച് സമയമാണെങ്കിലും ഇദ്ദേഹം അവിടെ ഒരു മാസ് തന്നെയായിരുന്നു. ആ ഒരൊറ്റ സീന്, ഒരു 1-2 സീനിൽ വന്നിട്ട് ആ ഒരു പടം മുഴുവൻ കയ്യിലെടുത്ത് കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ അന്ന് ഫഹദ് ഫാസിൽ തന്നെയാണ്. ഫഹദ് ഫാസിൽ അന്ന് അവൻ്റെ തിയേറ്റർ ആറാടുകയാണെന്ന് ചെയ്തത് എന്നുള്ളതാണ്. അതിലുപരിയായിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഒരു പടത്തിൻ്റെ 2ാം ഭാഗം എടുക്കുമ്പോൾ, പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫഹദ് ഫാസിൽ എങ്ങനെയുണ്ട്, ഫഹദ് ഫാസിൽ എന്താണ് ഇതിൻ്റെ അത് ചെയ്യുന്നത്, ഫഹദ് ഫാസിൽ കൂടുതൽ സമയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. ഏതായാലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ഇത് ഉറപ്പ് തരുന്നത്. കാരണം നമ്മളെ പൈസ മുതലാകും, പൈസ പോകത്തില്ല എന്ന് ഉറപ്പ് തരികയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂമായിട്ട് ഞാൻ വരുന്നതാണ്. ഇതൊരു ചെറിയൊരു ഇടവേള റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും ഈ പടത്തിന് കയറാത്തവരുണ്ടെങ്കിൽ, ഇനി ഞങ്ങൾ കാണില്ല, ഞങ്ങൾ കങ്കുവ പോലെ നോക്കട്ടെ, കാരണം എല്ലാവരും റിവ്യൂ പറയട്ടെ എന്നിട്ട് നിങ്ങൾ കാണാം എന്നുള്ള വിചാരത്തിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോയിട്ട് കയറിക്കോളൂ. ഒരു രക്ഷയില്ലാത്തൊരു സംഭവം തന്നെയാണ്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. നിങ്ങൾ കയ്യടിയോട് കയ്യടിയായിരിക്കും. അത്രമാത്രം കരഘോഷം. എന്നടാ പണി വെച്ചിരിക്കുന്നത്, എന്നടാ സിനിമയാ മാജിക്കാ, എപ്പടി ഇരിക്കടാ എപ്പടി ഇരിക്കുക, എന്നാൽ താങ്ക മുടിയാതെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഷ്പ 2-ൻ്റെ ആശംസകൾ അർപ്പിച്ചു. നന്ദി, നമസ്കാരം.